നമസ്കാരം. ഇന്ന് ഒരു യുവ പ്രതിഭയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. സ്മൃതി വാര്യർ. നാട്യനിപുണ, കലാശ്രീ എന്നീ തൂവലുകൾ സ്മൃതി വാര്യരുടെ നൈപുണ്യമാകുന്ന കിരീടത്തിലുണ്ട്. 3 വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുകയും അതിൽ അഭിരുചി കാണിക്കുകയും ചെയ്ത സ്മൃതി വാര്യർ ഒരു 2 ദശാബ്ദകാലത്തോളം നൃത്യോപാസനയിൽ മഗ്നയായി. ഇപ്പോൾ സ്വന്തമായി ഒരു ഡാൻസ് സ്കൂളും നടത്തുന്നു. പിന്നെ നൃത്തങ്ങൾ മൂകാംബിക, ഗുരുവായൂർ എല്ലാ സ്ഥലങ്ങളിലും ഈ ട്രൂപ്പുകൾ കൊണ്ടുപോയി നൃത്തം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി ഓൺലൈനായും നൃത്തം പഠിപ്പിക്കുന്നുണ്ട്. നൃത്തത്തിൽ മാസ്റ്റേഴ്സ് ചെയ്ത, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്ത ആളാണ്. ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്നുണ്ട്. ആ സ്മൃതിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. സ്മൃതിയുടെ ഇത്രയധികം വലിയ ഒരു അച്ചീവ്മെൻറ്റിൽ സഹായിച്ചത് സ്മൃതിയുടെ അമ്മയായ സരളയും സഹോദരനായ സജയും പിന്നെ അച്ഛനായ സുധാകരനുമാണ്. സ്മൃതി വാര്യരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ നിങ്ങൾ സ്മൃതിയുടെ ആഗ്രഹങ്ങളും കഴിവുകളും പിന്നെ അത് കൂടാതെ ആരോടൊക്കെയാണ് സ്മൃതിക്ക് നന്ദി പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കാം. സ്മൃതിയുടെ ഒരു നൃത്തത്തിൻ്റെ ഒരു ഛലക്ക്, ഒരു ചെറിയ ശകലം നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ വച്ചിട്ടുണ്ട്. അതും കാണണമെന്ന് അഭ്യർത്ഥിക്കും. സ്മൃതി വാര്യർ അല്ലേ? അപ്പോൾ സ്മൃതി വാര്യരുടെ ഡാൻസിലുള്ള ഇൻട്രസ്റ്റ് എന്ന് മുതലാണ് തുടങ്ങുന്നത്? വെൻ എക്സാക്ട്ലി ഡിഡ് ദ ഇൻട്രസ്റ്റ് ഇൻ ഡാൻസ് സ്റ്റാർട്ടഡ് ഫോർ യു? എനിക്ക് തോന്നുന്നു അമ്മ put me in dance class when I was 3. അപ്പോൾ 3 years തൊട്ടിട്ട് ഐ എം ലേണിംഗ് ഡാൻസ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. സ്കൂളിലൊക്കെ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു, ഡാൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എല്ലാം സ്റ്റാർട്ടഡ് ബിക്കോസ് ഓഫ് അമ്മ. ഓഫ് കോഴ്സ് എല്ലാത്തിലും പുഷ് ചെയ്ത് വിടുമായിരുന്നു. കിട്ടിയാലും പ്രൈസ് കിട്ടണം എന്നല്ല, പാർട്ടിസിപ്പേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് വാസ് ഹർ ഓൾവേസ് ഹർ ഫിലോസഫി. അപ്പം ആസ് യൂഷ്വൽ നമ്മളൊരു ഹ്യൂമനാണ്, നമുക്ക് വാലിഡേഷൻ കിട്ടുമ്പോൾ നമുക്കത്, എനിക്ക് അറ്റൻഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ ഡാൻസ് കളിക്കാൻ ഒരുങ്ങുക, പിന്നെ ഹൈറ്റ് ചെറുതായിട്ട് എപ്പോഴും നടുവിലായിരുന്നു. അങ്ങനെ ലോട്ട് ഓഫ് വാലിഡേഷൻ കിട്ടി തുടങ്ങി. സോ ഐ തിങ്ക് അങ്ങനെയാണ് ഓക്കെ ദിസ് ഇസ് സംതിങ് ഐ എൻജോയ് ഡൂയിങ് എന്ന് ഒക്കെ ഒരു തോന്നൽ. പിന്നെ എൻ്റെ ആദ്യത്തെ ഗുരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞാൻ ഭരതനാട്യം പഠിച്ചിരുന്ന ടീച്ചർ ഷീ വാസ് വെരി വെരി സ്ട്രിക്റ്റ്. നല്ല ചീത്തയേക്കും, വടിയൊക്കെ എറിയും നമ്മൾ തെറ്റിച്ച. ഞാൻ വീട്ടിൽ വന്നിട്ട് അമ്മ ഞാൻ അടുത്ത ക്ലാസ്സിൽ പോവില്ല അമ്മ. എന്നിട്ട് അമ്മ പറയാം ശരി എന്നാൽ പോകണ്ട. അടുത്ത ക്ലാസ് ആകുമ്പോൾ ഞാൻ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് അല്ല സമയമായില്ലേ പോകണ്ടേ. I don't think I was ever ready to give up despite whatever challenges was given. So അങ്ങനെ പിന്നെ എനിക്ക് നല്ല ക്രിയേറ്റീവ് ഔട്ട്ലീഷ് കിട്ടിയിരുന്നു ഇത് കൂടെ. ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ഒരു ഏത് ഇമോഷൻ ആണെങ്കിലും മേ ബി ഇറ്റ്സ് നോട്ട് ഷോൺ ഇൻ ദ കൺവെൻഷൻ വേ യു വാണ്ടഡ് ടു ബി സീൻ. പക്ഷെ നമുക്കൊരു സങ്കടമാണെങ്കിൽ ഒരു പദം കളിക്കുമ്പോൾ നമുക്ക് അതിൽ സങ്കടമാണെങ്കിൽ ടോക്ക് അബൌട്ട് ലേറ്റർ, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജസ് ആണ്, ആ പദത്തിൽ നമ്മൾ മേ ബി ഇറ്റ്സ് ടോക്കിംഗ് അബൌട്ട് ഗോഡ് ആ പദം കളിക്കുമ്പോൾ, പക്ഷെ ഞാൻ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു പക്ഷേ മൈ തോട്ട് പ്രോസസ് ഇസ് ഫോർ മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. സോ അങ്ങനെയാണ് ആ ഇൻട്രസ്റ്റ് ഐ തിങ്ക് developed. There was never a question of whether I would leave it. അപ്പോൾ സ്മൃതിയുടെ മനസ്സിൽ ആരാണ് ഗുരു? എൻ്റെ ശരിക്കുള്ള ഗുരു whoever taught me, my Hemalatha Prakash ma'am, എന്നെ പണ്ട് പഠിച്ച മമത കാലിന്ദ് മാം, അവരൊക്കെയാണ് എൻ്റെ ഗുരുസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഈ ഒരു ഡിജിറ്റൽ എരാൾ അവർക്ക് നമ്മൾ അറിയില്ലെങ്കിൽ പോലും സെലിബ്രിറ്റീസിനെ പോലെ കുറേ വലിയ ഗുരുക്കന്മാർ, അതായത് പ്രവീൺ കുമാർ സർ, പത്മ സുബ്രഹ്മണ്യം മാം, സത്യനാരായണ രാജു സർ, അങ്ങനത്തെ വലിയ ആർട്ടിസ്റ്റ്, കപില വേണു, അതായത് നമ്മുടെ ചില ഭരതനാട്യം കൂടിയല്ല പക്ഷെ അവരുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആവുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും അവരെയും ഗുരുക്കളായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. സ്മൃതി മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ ഡാൻസിൽ? അപ്പം മാസ്റ്റേഴ്സ് ചെയ്ത ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ ക്ലാസ്സിൽ? അപ്പോൾ നമ്മൾ
ക്രൈസ്റ്റിനാണ് മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്സ്, സ്പെഷ്യലൈസ്ഡ് ഇൻ ഭരതനാട്യം. അപ്പോൾ ഐ ഗോട്ട് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് സ്റ്റാൾവാർട്സ് ഓഫ് ഡാൻസ്. അതായത് അവരായിരുന്നു നമ്മൾ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ എപ്പോഴും ബിലീവ് ചെയ്തൊരു കാര്യമാണ്, തിയറി ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് യു വിൽ സീ ഇൻ മൈ ടീച്ചിങ് ഓൾസോ. ജനറൽ ക്ലാസ്സിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത്, അതായത് ഈ തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ ഡാൻസ് ആണെങ്കിൽ ദേഹം അനങ്ങി കളിച്ചാൽ മതി അങ്ങ് വരും. No, but I feel like when you learn the theory, maybe in the age of 6, 7, 8 years നമ്മൾ പഠിക്കുന്ന തിയറി അപ്പോൾ നമ്മൾ എഫക്റ്റ് ചെയ്യില്ല. But later when you start learning abhinaya pieces, which is later in your dance career, you will understand its importance in dance. അപ്പോൾ ഈ തിയറി ബേസിൽ മാസ്റ്റേഴ്സ് കൂടെ കംപ്ലീറ്റ്ലി ഓപ്പൺ അപ്പ് ഫോർ മീ. അതായത് 3-4 ടീച്ചേഴ്സ് ചിലപ്പോൾ ഒരേ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ യു വിൽ സീ 4 ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. നമ്മളെല്ലാം ബേസ് ചെയ്ത നാട്യശാസ്ത്രയിലാണ് നമ്മുടെ തിയറി, എന്നാലും അത് അവരെങ്ങനെയാണ് റിലേറ്റബിൾ ആക്കിയത് നമ്മുടെ ഈ ലെവലിലേക്ക്. ഭരതമുനി അത്രയും thousands of years ago എഴുതിയൊരു സംഭവം, and how is this teacher making it valid for you? Each teacher's approach towards this is very different. അപ്പോൾ ഡാൻസ് വൈസ് ഓഫ് കോഴ്സ് നമ്മൾ പഠിച്ചു, അതില്ലാതെ ഞാൻ പറയുന്നത്, നമ്മൾ ഡാൻസ് ക്ലാസ്സിലും പഠിക്കും. പക്ഷേ ഈ മാസ്റ്റേഴ്സ് ഏറ്റവും വലിയ ഗുണം എന്ന് എനിക്ക് തോന്നിയത് ആ തിയറി ബേസ് ഒന്നുകൂടി സ്ട്രോങ്ങർ ആക്കി. കുറേ കോൺസെപ്റ്റ്സ് നമ്മൾ ഒരു പക്ഷേ വെറും നാട്യശാസ്ത്രമല്ല പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരുന്നു, നമ്മൾ സനാതന ധർമ്മയുടെ മറ്റേ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ആർക്കിടെക്ചർ പഠിച്ചു, ടെമ്പിൾ ആർക്കിടെക്ചർ. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ഡാൻസിന്. നമ്മൾ കോമൺ ആയിട്ട് കുട്ടികളൊക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വെരി ആക്റ്റീവ് ചോദിക്കുന്ന ചോദ്യമാണ്, നമ്മളൊരു ലൈൻ എത്ര റിപ്പീറ്റ് ചെയ്യുന്നത്? Why are we not doing it once? Why are we doing it 5 times? Appo when you understand the architecture of before stage and audience was seated all around, so nammal ee side vannu kalikkunnu, adine aa side la adhe abhinayam kalikkunnu. Appo namukku aa evolution, this why enni current namukku ariyam idke oru strong aanu. The layers of abhinaya undu alle adhe adinde okke oru beauty, it is far beautiful. Appo ini adutha chodyam, സ്മൃതിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണല്ലോ CMR യൂണിവേഴ്സിറ്റിയിൽ, അതും BCom-ന് അല്ലേ? കൺഗ്രാജുലേഷൻ ഫോർ ദാറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഡാൻസ് ഒരു കരിയറായിട്ട് എടുക്കുക എന്നുള്ളതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എങ്ങനെയാണ് അതിൻ്റെ പോസിബിലിറ്റീസ്, ഡാൻസിലുള്ള പോസിബിലിറ്റീസ്? ഞാൻ BCom ചെയ്തത് നമ്മുടെ പാരൻസിൻ്റെ നിർബന്ധത്തിനാണ്, ഒരു ഡിഗ്രി എന്തായാലും വേണം എന്ന്. ബട്ട് ഐ ഫീൽ ലൈക്ക് അത് കഴിഞ്ഞ് ഈ ഒരു റാങ്ക് കിട്ടിയത് തീരെ പ്രതീക്ഷിക്കാനായിട്ടാണ്. So but what I felt is that was very important. അതായത് പലർക്കും ഒരു ധാരണ ഉണ്ട് നമ്മൾ അക്കാഡമിക്കലി നല്ലതല്ലെങ്കിലാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത് എന്നൊക്കെ ഉള്ളത്. ബട്ട് ഐ ന്യൂ വെരി ക്ലിയർ. ഞാൻ BCom പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ഒരാളാണ്. സോ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് when I was 17. So that's when I started my classes. അപ്പം it was going parallelly. അതുകൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത് I never expected a rank. അപ്പോൾ I felt ഇപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോയിട്ടൊരു കുട്ടീനോട് I think I have some more let's say it gives more credibility when I say you can always do your education along with it. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ലെവലും സ്റ്റാൻഡേർഡുമാണ് സെറ്റ് ചെയ്യുന്നത് that you are not taking dance as a career if you're not good academically. പക്ഷെ again about talking about possibilities, I think ഞാൻ തന്നെ ഇത് എടുക്കാൻ കാരണം because of the lifestyle I saw my teachers had. So I never felt it was anything less than your corporate job or a doctor or an engineer, because ഞാൻ കണ്ടത് എൻ്റെ ടീച്ചേഴ്സും ഒരേ ലൈഫ് സ്റ്റൈലാണ് മെയിൻറ്റെയിൻ ചെയ്തത് ഒരു പക്ഷേ അവരുടെ ഹസ്ബൻഡ്സും ഒക്കെ ആയിട്ട്. സോ I never thought that this could be any inferior. അപ്പോൾ ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോഴും when I carry myself in front of my students, that's something I make sure that they get to see there is a standard of living that you can definitely maintain even if this is the career path you choose. And so ഇപ്പോഴാണെങ്കിൽ especially you only know the generation. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലോഷൻ ആണ് അല്ലേ? ദ മോർ യു കമ്മ്യൂണിക്കേറ്റ് ദ മോർ യു ആർ ബെറ്റർ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കുട്ടികൾ, ചെറിയ കുട്ടികളായാലും ശരി, ഏജ്ഡ് ആയിട്ടുള്ളവർ, എനി ഏജ്,
the more you communicate, അപ്പോൾ അത്രയും നിങ്ങളുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും. ഈ ചിൽഡ്രന് ഇഫ് ദേ ലേൺ ഡാൻസ്, ഇഫ് ദേ ആർ എക്സ്പ്രസിംഗ് ദംസെൽഫ്, അപ്പൊ അതുകൊണ്ട് ആ പഠിത്തം കൂടി ബെറ്റർ ആവുകയാണ് അല്ലേ? ബിക്കോസ് ദേ വിൽ തിങ്ക് ന്യൂ വേസ് ഓഫ് എക്സ്പ്രസിംഗ് whatever they are creating. And especially dance being a performing arts, നമ്മൾ മൾട്ടിപ്പിൾ ആണല്ലോ. നമ്മൾ കൈ ഒരു സ്ഥലത്ത്, കണ്ണൊരു സ്ഥലത്ത്, നെക്ക് ഒരു സ്ഥലത്ത്. And as a dancer yourself, I'm sure you relate. നമ്മൾ ആലോചിക്കണം അടുത്ത സ്റ്റെപ്പാണ്. It's multifunctional for your body. And I think definitely it improves students overall kinesthetic ആയിട്ടും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. At the same time I think it's also a form of discipline. നമ്മൾ ക്ലാസ്സിൽ പോവുക, on time പോവുക, ആ ഒരു യൂണിഫോം. I think the tradition, it's a discipline also on its own for the kids. And what is your career plans? I think obviously you're a successful performer ആവുക, and more so I think obviously you're a successful performer ആവുക, most importantly. And when I say successful performer, relevant performer ആവുക, അതായത് ഈ കാലത്തേക്ക് relatable ആയിട്ടുള്ള ടോപ്പിക്സ് പ്രസൻറ്റ് ചെയ്യുക, but keeping within the traditional structure. And because I'm also a teacher, obviously നല്ലൊരു ടീച്ചർ ആവാൻ പറ്റും, നല്ല കുട്ടികൾക്ക് നല്ല ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ ഭരതനാട്യം പഠിപ്പിച്ച്. ഐ ഓൾവേസ് ബിലീവ് ഓൺലി ഇഫ് യു ഹാവ് എ സ്ട്രക്ചർ യു ക്യാൻ ബ്രേക്ക് ഇറ്റ്. അപ്പോൾ അവർക്ക് ഈ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക ടു മൈ ഫുള്ളസ്റ്റ് കേപ്പബിലിറ്റി, ടു ബി ഏബിൾ ടു ഇംപാർട്ട് ദാറ്റ് നോളജ് ടു ദെം സോ ദാറ്റ് ദേ ക്യാൻ ഫൈൻഡ് ദിയർ ഫ്രീഡം ടു ബ്രേക്ക് ദാറ്റ് സ്ട്രക്ചർ ഇഫ് ദേ നീഡ് ഇൻ ദ ഫ്യൂച്ചർ. ഐ തിങ്ക് ദാറ്റ്സ് എൻ്റെ ഇപ്പോഴത്തെ പരിമിതമായുള്ള എക്സ്പീരിയൻസിൽ എനിക്ക്. സ്മൃതിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രസങ്ങൾ ഏതൊക്കെയാണ്? കുറേ നവരസങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നവരസങ്ങളും പിന്നെ അതല്ലാതെ കുറച്ച് അല്ലേ പല പല രസങ്ങളിൽ തന്നെ പല പല രസങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഇതിനെക്കുറിച്ച് മാസ്റ്റേഴ്സ് പഠിച്ച ആളാണ് അല്ലേ? അപ്പോൾ അടുത്ത ഡോക്ടറേറ്റിന് ശ്രമിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെ രസങ്ങളാണ് ഇഷ്ടം? നമ്മൾ ഈ നവരസം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഡാൻസേഴ്സ് ആണ് അത് കാണിക്കുന്നത് എന്നുള്ളൊരു മിസ്കൺസെപ്ഷനാണ്. ബേസിക്കലി രസം എന്നുള്ളത് ഓഡിയൻസിനെ ഫീൽ ചെയ്യിപ്പിക്കുന്നതാണ്. സോ വാട്ട് വി ആർ ഡൂയിങ് ഇസ് ഭാവം ടു ആർ ഡാൻസ്. സോ വാട്ട് വി ആർ എക്സ്പ്രസിങ് ഇസ് ദ ഭാവം. നമ്മൾ ഓഡിയൻസിൽ വരുത്തിപ്പിക്കുന്നതാണ് രസം. അപ്പോൾ നമ്മൾ ഈ ട്രഡീഷണലി പറയുമ്പോൾ നാട്യശാസ്ത്രത്തിലൊക്കെ രസമുണ്ട്. ഈ നവരസം എന്നുള്ള കോൺസെപ്റ്റ് പിന്നെ നാട്യശാസ്ത്രത്തിൻ്റെ ഡോക്യുമെൻ്ററീസിൽ വന്നതാണ്. അപ്പോൾ അതായത് ഭരതമുനി എഴുതിയപ്പോൾ ശാന്തരസം എന്നൊരു രസമില്ല. അപ്പോൾ വാട്ട് വി അണ്ടർസ്റ്റാൻഡ് ഇസ് അറ്റ് ദ പീക്ക് ഓഫ് എനി രസം യു ഫീൽ ശാന്തം. അതായത് ഹാസ്യത്തിൻ്റെ പീക്കിൽ നമ്മൾ ശാന്താണ് അനുഭവിക്കുന്നത്. ശൃംഗാരത്തിൻ്റെ ഈവൻ ബീഭത്സത്തിൻ്റെ പീക്കിൽ ഇഫ് യു സീ നമ്മൾ ശാന്തമാണ് അനുഭവിച്ചിട്ട് നമ്മൾ എനി രസത്തിൻ്റെ പീക്കിലാണ് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ കോമെൻട്രിയിലാണ് നമുക്ക് ഈ നവരസം എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഭരതമുനി പറയുന്നൊരു രസസൂത്രമുണ്ട്. ഇറ്റ് സേസ് തത്ര വിഭാവ അനുഭാവ സഞ്ചാരി സംയോഗ രസനിഷ്പത്തി. അതായത് Vibhava is your causatives. What causes it? Anubhava is your reaction to those causatives. And the Sanchari Bhavas are your transitory emotions. ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഡാൻസേഴ്സ് അല്ലെങ്കിൽ പെർഫോമേഴ്സ് ആർട്ടിസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമ്മളത് പെർഫോം ചെയ്യുമ്പോൾ കാണിക്കുമ്പോൾ വാട്ട് ഇറ്റ് കോസസ് ഇൻ ദി ഓഡിയൻസ് ഇസ് യുവർ രസ. അതിപ്പോൾ ശൃംഗാരമാണെങ്കിൽ ശൃംഗാരം, അതിപ്പോൾ അത്ഭുതമാണെങ്കിൽ അത്ഭുതം. അത് നമ്മൾ ശൃംഗാരമൊക്കെ ചെയ്യുമ്പോൾ ഒരു we make a setup, don't we? We establish the hero, we establish the heroine. പിന്നെ അവർക്ക് ഫീൽ ചെയ്യുന്നത് രാത്രിയാണോ പകലാണോ, അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്താ, അതിൻ്റെ അപ്പോൾ അവർക്ക് നാണമാണോ, ആർ ദേ റബ്ബിങ് ദിയർ ഫീറ്റ്, യു നോ all those tiny things that you do. ഇതിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനിലാണ് രസം വരുന്നത്. അപ്പോൾ എന്നോട് മൈ പേഴ്സണൽ ഫേവറേറ്റ് രസ എന്നൊരു നമ്മുടെ രസരാജ എന്ന് പറയുന്ന ശൃംഗാരം. അത് എന്തുകൊണ്ടാച്ചാൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ചാലഞ്ചിങ് യെറ്റ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് രസം അല്ലേ. അതായത് നമ്മൾ ഇപ്പോൾ ടൈറ്റാനിക് എടുത്ത ഒരു ഡിസാസ്റ്ററിൻ്റെ ഇടയിലൊരു ശൃംഗാരം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു സിറ്റുവേഷൻ എടുത്താലും ഈ വാട്ട് എവർ ഇസ് ഹാപ്പനിങ് there is somehow a scope to always keep Shringaram more sustained, something that is somehow very primitive to humans. അപ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള രസമാണ്. അതേപോലെ ഏറ്റവും നമുക്ക് നമ്മുടെ ക്രിയേറ്റിവിറ്റി അൺലീഷ് ചെയ്യാൻ പറ്റുന്നൊരു രസമാണ്. യു ക്യാൻ
ബട്ട് അറ്റ് ദ സെയിം ടൈം ചാലഞ്ചിങ്. അതായത് നമ്മളത് സ്റ്റേജിൽ നിന്ന് എത്ര വേണമെങ്കിൽ കണ്ണിറക്കാം ഒരു ശൃംഗാരത്തിനായിട്ട്. അപ്പോൾ ഇപ്പോൾ രസങ്ങൾ അല്ലേ, ഇഷ്ടമുള്ള രസം അത് ശൃംഗാരമാണ്, അതിൻ്റെ വേരിയേഷൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്മൃതിയുടെ ഫേവറേറ്റ് എനിക്ക് തോന്നുന്നു പല പദങ്ങളും കാണും അല്ലേ, അപ്പോൾ അതിലേത് പദമാണ് ഏറ്റവും ഫേവറേറ്റ്? സോ അഭിനയ പീസസ് ഇൻ ജനറൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിൽ പദം എന്നൊക്കെ പറയുമ്പോൾ കുറേ ലെജൻഡറി കമ്പോസേഴ്സ് ഉണ്ട്, കുറേ ഏറെ പദങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പല ഗുരുസിൽ നിന്ന്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ക്ഷേത്രയ പദംസ് have always inspired me because ക്ഷേത്രയ as a composer was a very legendary composer. പുള്ളിക്കാരൻ was very ahead of his time എന്ന് നമുക്ക് പറയാം. He was very very closely associated with the then Devadasis. അപ്പോൾ ഈ വുമൻ്റെ സൈക്കോളജി നന്നായിട്ട് മനസ്സിലാക്കിയ ഒരാളാണ് നമുക്ക് ക്ലിയർലി ത്രൂ ഹിസ് ലിറിക്സ് മനസ്സിലാക്കാം. ഫീലിംഗ്സ് അല്ലേ, ഫീലിംഗ്സ് he understood. It is very difficult for a man to understand ലേഡീസിനെ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, but he has expressed it. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ ദേവദാസീസ് അതായത് he composed songs of മധുര ഭക്തി എന്ന് പറയാം, അതായത് അപ്രോച്ചിങ് ഭക്തി ത്രൂ ശൃംഗാരം. അപ്പം അത് it is a very small line between it becoming vulgar and bhakti, and he has drawn it very carefully. അപ്പോൾ നമ്മൾ ഡാൻസേഴ്സും ആ ഒരു ഏറ്റെടുക്കുമ്പോൾ ഒരു ചാലഞ്ചിങ് ആണ്, അതായത് അത് എങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പോർട്രേ ചെയ്യാവുന്നതാണ്. അഭിനയ അല്ല, ഇതൊരു ഭക്തി ആക്കാനായിട്ടുള്ള അഭിനയത്തിനുള്ള ഒരു ചലഞ്ചാണ് അല്ലേ, ആ ലേയേഴ്സ് മനസ്സിലാക്കി അത് എങ്ങനെ പോർട്രേ ചെയ്യാവുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഹി വാസ് വെരി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല അത്രയും നല്ലൊരു രീതിയിൽ ഹി വുഡ് സേ വെരി കോമൺ തിങ്സ് വിച്ച് യു മൈറ്റ് ഫീൽ വെരി അൺകംഫർട്ടബിൾ. പക്ഷെ നമ്മൾ അതിൻ്റെ അൾട്ടിമേറ്റ് ലെസൺ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ഭക്തി. അതിൻ്റെ അപ്പോൾ അതൊന്ന് ഞങ്ങൾക്കായിട്ട് കാണാം. ചുടരേ ചുടരേ അതിനടിച്ചേ പോയല്ലോ സുധത്തി ചേയോടയാടല്ലോ ചുടരേ അതിനടിച്ചേ പോയല്ലോ സുധത്തി ചേയോടയാടല്ലോ ചുടരേ അതിനടിച്ചേ പോയല്ലോ സുധത്തി ചേയോടയാടല്ലോ ചുടരേ അതിനടിച്ചേ പോയല്ലോ സുധത്തി. അപ്പോൾ ഈ ഡാൻസ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ശില്പരൂപമാണ്. അപ്പോൾ അത് എങ്ങനെ നമ്മൾക്ക് കറണ്ട് സ്റ്റാൻഡേർഡിൽ ഇപ്പം ചെറിയ കുട്ടികൾ അല്ലേ, ഒരു മോഡേൺ വേൾഡിൽ ജീവിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇതായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം? അത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളെ മാതിരില്ല. നമ്മളൊക്കെ ഒന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് മൈ ജനറേഷൻ ഓൾസോ ആ ടീച്ചർ പറഞ്ഞ് നമസ്കാരം കാണിക്കണം, ഓക്കെ കഴിഞ്ഞു, നമസ്കാരം ആദ്യം അവസാനം ചെയ്യണം. ഐ നെവർ ക്വസ്റ്റ്യൻ വൈ എന്ന്. അത് നമ്മൾ ഐ മീൻ പഠിച്ചു വന്ന രീതി അതായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇവിടെ ഒരു നമസ്കാരം ചെയ്യുമ്പോൾ വൈ, ഒരു തട്ടിടുവാണെങ്കിൽ വൈ മാം, വൈ ഷുഡ് ബി ലേൺ തട്ടിടു ഫസ്റ്റ്, വൈ കാൺട്ട് വി ഡയറക്ട്ലി സ്റ്റാർട്ട് ലേണിംഗ് ഐറ്റംസ്, വൈ കാൺട്ട് ഐ ഗോ ടു സ്റ്റേജ് ടുമോറോ. അപ്പം ഇതിനൊക്കെ അവർക്കൊരു വാലിഡ് ആൻസർ ഇസ് വാട്ട് ദേ ആർ സെർച്ചിങ് ഫോർ. അപ്പോൾ ബട്ട് വാട്ട് ഐ ഓൾസോ ഫെൽറ്റ് ഇസ് ദാറ്റ് ഐ ലേൺഡ് എ ലോട്ട് വൈൽ ആൻസറിങ് ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് ദെം. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താ പറയുക, അവർക്കൊരു റീസൺ കൊടുത്താൽ അവരുടെ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആവുന്നത് കാണാം. അതേപോലെ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് പതാകയ്ക്ക് കുറേ വിനിയോഗങ്ങളുണ്ട്, ഇതാണ് ശ്ലോക പഠിക്കൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മെൻറ്റാലിറ്റി അത് എടുക്കുന്നത് ഒരു ലോഡായിട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഐ ഇൻട്രൊഡ്യൂസ് ലൈക്ക് സേ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുക, കുറച്ച് ആക്ടിവിറ്റീസ് കൊടുക്കുക.
നിങ്ങൾ പറയൂ പതാക, നിങ്ങൾ എവിടേക്കാണ് ഈ ഹസ്തം അതായത് അഭിനയം. കുട്ടികൾക്ക് ഇപ്പൊ ഇവര് കണ്ടുവരുന്നത് നമ്മുടെ ഫോണിലത്തെ ഇമോട്ടിക്കോൺസ് ആണ്. അപ്പൊ ബിഫോർ ഐ സ്റ്റാർട്ട് രസ ക്ലാസ്, ഒരു നവരസ അഭിനയം പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ആ സ്ക്രീനിൽ നമ്മുടെ ഇമോട്ടിക്കോൺസ് ഇടും, നമ്മുടെ ലാഫിങ് വിത്ത് ടിയേഴ്സ് ഔട്ട്. അപ്പൊ അത് അവരെങ്ങനെ ആ സ്കെയിലപ്പ് എങ്ങനെ ചെയ്യുന്നു, അതുപോലെ ദേഷ്യം കാണിക്കുമ്പോൾ റെഡ് ഫേസ്, പിന്നെ റെഡ് ഫേസിൽ ആ പുക പോകുന്നുണ്ട്. സോ ഹൗ വിൽ ദേ ഷോ ഇറ്റ്? അപ്പൊ അത് കുറച്ചുകൂടി ഫണ്ടും റിലേറ്റബിളും. അപ്പൊ ആ ഒരു ഫണ്ടമെന്റൽ റിലേറ്റബിലിറ്റി കൊണ്ടുവന്നിട്ട് നമ്മൾ പറയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇതല്ലേ, പണ്ട് കാലത്തെ ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവര് പറഞ്ഞത് ഇതാണ് എന്ന് പറയുമ്പോ മനസ്സിലാവാണ്, ഇൻട്രസ്റ്റിംഗ് ആവാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭരതനാട്യം പോലൊരു ഇപ്പൊ പറഞ്ഞ ഒരു ട്രഡീഷണൽ ആയിട്ട് പഠിക്കുമ്പോൾ അവരുടെ ഫ്രണ്ട്സ് ജിംനാസ്റ്റിക്സ് ആവാൻ പഠിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് സാൽസയോ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡേൺ ആർട്ട് ഫോം ആയിരിക്കും കളിക്കുന്നത്, വെസ്റ്റേൺ സിനിമാറ്റിക്. അപ്പൊ അവരുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ അവർക്ക് പറയാൻ പറ്റുകയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ ഇന്ന് ഇത് ചെയ്തു, ഇങ്ങനെ ഫണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്തു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് വിൽ കീപ്പ് ഇറ്റ് പാർട്ട്. അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിൽ ഒരു പക്ഷെ തലകുത്തി മറിയായിരിക്കും, ഇതായിരിക്കും. അപ്പൊ ഇവർക്ക് ഇതൊന്നും പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രായത്തില് പ്യോഴ്സിന്റെ ഇടയിൽ പറഞ്ഞു നിൽക്കാൻ പറ്റണം. ഒരു പ്രായത്തിന് ശേഷം ഇറ്റ്സ് നോട്ട് നെസസറി, ബിക്കോസ് ഓഫ് കോഴ്സ് അവർക്ക് ഒറിജിനൽ ഇൻട്രസ്റ്റ് ലൈറ്റ് ചെയ്യുന്ന അതും കൺസിഡറിങ് ഇപ്പോഴത്തെ ഇവരുടെ അറ്റൻഷൻ സ്പാൻ ഇത്ര കമ്മി ആയതുകൊണ്ട് I think to keep them entertained is very, very important. And keep them entertained, again, ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് കളിക്കാം. ആക്ച്വലി ഇറ്റ്സ് നോട്ട് സോ ലിമിറ്റഡ്. ഭരതനാട്യം എന്നൊക്കെ പറയുമ്പോൾ വലിയ there is a big boundary, but you can play with combinations and permutations within that boundary. അപ്പോൾ നമ്മളുടെ സ്മൃതി വാര്യർക്ക് ഐ വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ്. ഒരു വലിയ പെർഫോമർ ആകട്ടെ ലൈഫിൽ. ലെറ്റ് ഹർ ഗെറ്റ് ഓൾ ദ ഹാപ്പിനെസ്. വി വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ്. Thank you so much, Auntie. You are also very, very multi-talented. ഭരതനാട്യം പഠിച്ചു, മോഹിനിയാട്ടം പഠിച്ചു, പിന്നെ കഥകളി. I wish you all the best and you're very, very inspiring. And you're very inspiring. അതായത് I can't tell you, like എത്ര പേർക്ക് ഞാൻ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. It's never too late. It's never too late. And never too late to start from the basics എന്നുകൂടി. അതായത് വെറുതെ എനിക്ക് സ്റ്റേജിൽ കയറി കളിക്കണം എന്നുള്ള മോഹം മാത്രമല്ല. I have seen you wanting to know the true form. And you've never had that rush. And I think that's very, very inspiring. Thank you all for watching us. Thank you. कामाक्षी कञ्जदलाय साक्षी कामा प्राकाश शिवदनी प्राकाश शिवदनी देवी राकाश शिवदनी गाराश्रय